ഗുഡ് മോർണിംഗ് കിഡ്സ്. അപ്പം നമ്മൾ ബാക്ക് ടു ഗ്രീനിൽ നമ്മൾ പോളി കുഞ്ഞിനെ കാത്തിരിക്കുന്നത് വരെയാണല്ലേ നമ്മൾ പാഠങ്ങളെത്തിയത്. എന്നിട്ട് പോളിയെ കാണാൻ വേണ്ടിയിട്ട് ആര് വന്നു? പോളിയുടെ ഫ്രണ്ട്സ്. പോളിയെ കാണാൻ കൂട്ടുകാർ വെറുതെയാണോ വന്നേ? അല്ല അല്ലേ, കൂട്ടുകാർ ഒരുപാട് സമ്മാനങ്ങളുമായാണ് പോയത്. എന്തൊക്കെ പഴങ്ങളാണ് അവർ കൊണ്ടുപോയത്? എന്തൊക്കെയായിരുന്നു? ആപ്പിള്, ഓറഞ്ച്, മുന്തിരി. ഓക്കെ. നിങ്ങൾ ആ പഴങ്ങളൊക്കെ ഒട്ടിച്ചല്ലോ അല്ലേ? ഓക്കെ. ഇനി നോക്കൂ, അവർ ഒരു സോങ് പാടുന്നത് വരെ നമ്മൾ പഠിച്ചു. പിന്നെ പാട്ടൊക്കെ പാടിയിട്ട് പോവുമായിരുന്നു അല്ലേ? അങ്ങനെ ഇനി എന്താ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കിയാലോ. വാട്ട് ആർ ദീസ്? എന്താണിത്? എഗ്സ് അല്ലേ? മുട്ട. അപ്പം എത്ര മുട്ടകളുണ്ട് അവിടെ? ഹൗ മെനി എഗ്സ്? 3 എഗ്സ്. വേഴ്സ് എഗ്സ്? ആരുടെ എഗ്ഗാണിത്? ആരുടെ എഗ്ഗാവും? Are they Polly's eggs? Are they Polly's eggs? Yes അല്ലേ? ഇത് are they Polly's egg? പോളിയുടെ മുട്ടകളാണോ? യെസ്. ഓക്കെ. നിങ്ങൾക്കറിയാമല്ലേ നമ്മുടെ പോളിയുടെ ആണ്. They are Polly's eggs. They are Polly's eggs. അതെന്താണ്? ഇവയെല്ലാം they are Polly's egg. പോളിയുടെ മുട്ടകളാണ്. ഹൗ മെനി എഗ്സ്? എത്ര എഗ്സ് ആണ്? നമ്മൾ കൗണ്ട് ചെയ്താലോ. 1 2 3. 3 എഗ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം നമുക്കറിയാം പോളി ഹാസ് ഹൗ മെനി എഗ്സ്? പോളിക്കുണ്ട് ഹൗ മെനി എഗ്സ്? ഹൗ മെനി? 3 എഗ്സ് അല്ലേ? പോളി ഹാസ് 3 എഗ്സ്. പോളിക്ക് 3 എഗ്സ് ഉണ്ട്. 3 മുട്ടകളാണുള്ളത്. ഓക്കെ, മക്കളൊന്ന് വായിച്ച് നോക്കിയേ. നമുക്ക് വായിക്കാം അല്ലേ? നന്നായി ശ്രദ്ധിക്കണേ. ഫസ്റ്റ് വേർഡ് എന്താണ്? പോളി ഹാസ് 3 എഗ്സ്. ഒന്നും കൂടെ അഗൈൻ. പോളി ഹാസ് 3 എഗ്സ്. ഒന്നും കൂടെ വായിച്ചേ. പോളി ഹാസ് 3 എഗ്സ്. അപ്പം നമുക്ക് പോളിക്ക് 3 എഗ്ഗുകളുണ്ട്. നമ്മൾ നോക്കൂ, ദീസ് ആർ പോളീസ് എഗ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ദീസ് ആർ പോളീസ് എഗ്സ്. ഇതൊക്കെ പോളിയുടെ മുട്ടകളാണ്. ഇപ്പം എന്താ കാണുന്നത്? ആദ്യം നമ്മൾ 3 എഗ്സ് കണ്ടു. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ മുട്ടയ്ക്ക് എന്ത് സംഭവിച്ചു? മുട്ട വിരിഞ്ഞു. കോഴിക്കുഞ്ഞ് പുറത്ത് വന്നു അല്ലേ? എത്ര മുട്ട വിരിഞ്ഞു? 1 എഗ്ഗ്. ഒരു മുട്ടയെ വിരിഞ്ഞിട്ടുള്ളൂ. എ ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. എന്താ പുറത്ത് വന്നേ? ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. ഒരു കുഞ്ഞു പാരറ്റ് പുറത്ത് വന്നു. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് അല്ലേ? ഇതല്ലേ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ്? ആദ്യം വന്ന കുഞ്ഞു പാരറ്റിനെ നോക്കൂ. റൈറ്റ്, ശരിയല്ലേ? ദിസ് ഈസ് ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ്. ഇതാണ് ആദ്യം വന്ന ലിറ്റിൽ പാരറ്റ്. മക്കളെ, അപ്പം എന്താ സംഭവിച്ചത്? ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. ആദ്യത്തെ കുഞ്ഞു പാരറ്റ് പുറത്ത് വന്നു. ഒന്ന് വായിച്ചു നോക്കിയേ. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട് അല്ലേ? ഇനി നോക്കൂ, നമ്മുടെ കുഞ്ഞു ലിറ്റിൽ പാരറ്റ് എന്തോ പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? ഐ ആം ഔട്ട് അല്ലേ? ഐ ആം ഔട്ട്. അത് നമ്മൾ
കുഞ്ഞു സൗണ്ട് ഉണ്ടാക്കി പറയാണ് ഞാൻ പുറത്ത് വന്നൂന്ന് അല്ലേ. ഐ ആം ഔട്ട്, ഞാൻ വന്നേ വിളിച്ച് പറയാണ്. അമ്മ പാരറ്റിനോട് പോളിയോട് പറയാവൂലേ. അമ്മ പാരറ്റ് കുറേ കാത്തിരിക്കുമായിരുന്നു മദർ ബേർഡ്. അപ്പം നമ്മുടെ കുഞ്ഞു ലിറ്റിൽ പാരറ്റ് വന്നു. ദേ നോക്ക്, ഈ ചിത്രത്തിലോ എത്ര പാരറ്റ് കം ഔട്ട്, എത്ര ആൾ വന്നു? 2. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്, രണ്ടാമത്തെ കുഞ്ഞു പാരറ്റും വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്, കണ്ടല്ലോ. ഈ ചിത്രത്തിലോ തേർഡ് വണ്ണും കൂടെ വന്നു അല്ലേ. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്, മൂന്നാമത്തെ കുഞ്ഞു പാരറ്റ് കുഞ്ഞും പുറത്ത് വന്നു. ഹൗ മെനി പാരറ്റ്സ് ആർ ദർ നൗ? ഇപ്പം എത്ര പാരറ്റ്സ് ഉണ്ട് അവിടെ? എത്രയുണ്ട്? എത്ര ബേബി പാരറ്റ്സ് ഉണ്ട്? യെസ്, വെരി ഗുഡ്. 3. ഹൗ മെനി? 3. ഹൗ മെനി parrots are there now? 3 അല്ലേ. Now there are 3 parrots. Now there are 3 parrots. ഇപ്പം അവിടെ എത്ര പാരറ്റ്സ് ഉണ്ട്? now ഇപ്പം അവിടെ 3 പാരറ്റ്സ് ഉണ്ട്. What does the third parrot say? എന്താണ് ആ മൂന്നാമത്തെ പാരറ്റിൻ്റെ കുഞ്ഞു പറയുന്നത്? നോക്കൂ, എന്താണ്? ഐ ആം ഔട്ട് ടു. എന്താ ഐ ആം ഔട്ട് ടു എന്ന് പറഞ്ഞാൽ ഞാനും പുറത്ത് വന്നേന്ന് പറയാണ്. ഫസ്റ്റ് പാരറ്റ് പറഞ്ഞാൽ ഐ ആം ഔട്ട്, സെക്കൻഡ് പാരറ്റ് പറഞ്ഞാൽ ഐ ആം ഔട്ട്, അപ്പോൾ തേർഡ് പാരറ്റ് പറഞ്ഞാൽ ഐ ആം ഔട്ട് ടു, ഞാനും വന്നൂന്ന്. ഇനി നമുക്കിത് മൊത്തം ഒന്ന് എഴുതി വായിച്ചാലോ? അപ്പം നമുക്ക് മൊത്തം ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. ആർ യു റെഡി? യെസ്. എന്ന് നോക്കിക്കോ, ഫസ്റ്റ് ലൈന് വായിക്കാം കേട്ടോ. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. സെക്കൻഡ് ലൈൻ ഐ ആം ഔട്ട്. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്തായിരുന്നു? ആദ്യത്തെ ലിറ്റിൽ പാരറ്റ് കം ഔട്ട്, പുറത്ത് വന്നു. എന്ത് പറഞ്ഞു? ഐ ആം ഔട്ട്. തേർഡ് ലൈൻ നോക്കൂ. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. ഐ ആം ഔട്ട് 2. I am out 2. Now there are 3 parrots. ഇനി ഇതൊന്ന് മക്കൾ വായിച്ചു നോക്കണം കേട്ടോ. ഓരോന്നും ഫിംഗർ വെച്ച് വായിച്ച് അറിയാമെന്ന് ഉറപ്പ് വരുത്തട്ടോ. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. ആദ്യത്തെ പാരറ്റ് പുറത്ത് വന്നു. ഐ ആം ഔട്ട് എന്ന് പറഞ്ഞു. ഐ ആം ഔട്ട്. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. രണ്ടാമത്തെ പാരറ്റും പുറത്ത് വന്നു. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കം ഔട്ട്. മൂന്നാമത്തെ കുഞ്ഞു പാരറ്റും പുറത്ത് വന്നു. ഐ ആം ഔട്ട് 2. ഞാനും വന്നേ. നൗ ദർ ആർ 3 പാരറ്റ്സ്. ഇപ്പം അവിടെ എത്ര പാരറ്റ്സ് ഉണ്ട്? 3 അല്ലേ. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ആക്ടിവിറ്റി ബുക്കില്ലേ, അതിലെ 8ാമത്തെ ആക്ടിവിറ്റിയാണ് കേട്ടോ. നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ. ആരൊക്കെയുണ്ട്? പോളിയുണ്ട്. പിന്നെയോ? പോളിയുടെ കുഞ്ഞു പാരറ്റ്സും ഉണ്ട് അല്ലേ. വാട്ട് ഡു യു സീ ഹിയർ? നിങ്ങൾ എന്താ ഇവിടെ കാണുന്നത്? 3 ലിറ്റിൽ പാരറ്റ് കം ഔട്ട് അല്ലേ. 3 കുഞ്ഞു പാരറ്റ് പുറത്ത് വന്നു. ലുക്ക് അറ്റ് ദെയർ ഫേസ്. അവരുടെ മുഖം നോക്കൂ. ആർ ദേ ഹാപ്പി?
അവർ സന്തോഷത്തിലാണോ? യെസ്. വാട്ട് അബൌട്ട് പോളി? പോളിയെ നോക്കൂ. ഈസ് ഷീ ഹാപ്പി? അവൾ ഹാപ്പിയാണോ? ഹൗ ഡു യു നോ ദാറ്റ്? നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പം എന്താണ്, എഗ്ഗിന്ന് പുറത്ത് വന്ന നമ്മുടെ കുഞ്ഞു തത്ത കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് അവർ അമ്മയെ കാണുന്നത് അല്ലേ? ആദ്യമായിട്ടല്ലേ? ആ, അവർ സന്തോഷത്തോടെ എന്തോ പറയുന്നുണ്ട് അല്ലേ? അവർ മമ്മിയെ നോക്കിയിട്ട് എന്താ പറയുന്നത്? നോക്കൂ. ഹായ് മോം. എന്താ പറയുന്നത്? ഹായ് മോം. വാട്ട് ഡസ് ദ മദർ സേ ടു ദ ലിറ്റിൽ പാരറ്റ്? അപ്പം അമ്മ എന്താ പറയുക? അമ്മ എന്താ പറയുന്നത്? ഹായ് കൊടുത്തിട്ടുണ്ടല്ലേ. ബാക്കി എന്താവും? അപ്പം എന്താവും അമ്മ പാരറ്റ് പറയുക? ഹായ് മോം. ആ, എന്താണ്? ഹായ് കിഡ്സ് അല്ലേ? അല്ലെങ്കിലോ ഹായ് ചിക്സ്. എന്തും ചോദിച്ചില്ലേ നമ്മുടെ ഹായ് കിഡ്സ്, ഹായ് മോം. ഓക്കെ ഓക്കെ. ഇനി നോക്കൂ, ആരൊക്കെയുണ്ട് ഇവിടെ? ആ, നമ്മുടെ പോളിയും പോളിയുടെ ലിറ്റിൽ പാരറ്റ്സും അല്ലേ? അവരെന്തോ ഒരു പാട്ട് പാടുകയാണ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ്. നമുക്കൊന്ന് പാടി നോക്കാം. വൺ ലിറ്റിൽ പാരറ്റ്. ആ, എൻ്റെ കൂടെ പാടണം കേട്ടോ. വൺ ലിറ്റിൽ പാരറ്റ് comes out first. The second little parrot comes out next. The third little parrots open their eyes. ഒന്നും കൂടെ പാടി നോക്കാം അല്ലേ? വൺ ലിറ്റിൽ പാരറ്റ്സ് കം ഔട്ട് ഫാസ്റ്റ്. The second little parrot come out next. The three little parrots open their eyes. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? വൺ ലിറ്റിൽ പാരറ്റ് കം ഔട്ട് ഫസ്റ്റ്. ആദ്യം ഒരു കുഞ്ഞു പാരറ്റ് പുറത്ത് വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ്സ് കം ഔട്ട് നെക്സ്റ്റ്. പിന്നെ രണ്ടാമത്തെ പാരറ്റും പുറത്ത് വന്നു. ദ ത്രീ ലിറ്റിൽ പാരറ്റ്സ് ഓപ്പൺ ദെയർ ഐസ്. അങ്ങനെ മൂന്നാം പാരറ്റും എന്താണ്? ഓപ്പൺ ദെയർ ഐസ്. അവരുടെ കുഞ്ഞു കണ്ണുകൾ തുറന്നു എന്നാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ ലിറ്റിൽ പാരറ്റ്സ്. നോക്കൂ, ഇത് 9ാമത്തെ ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 9 ആണ്. ലുക്ക് അറ്റ് ദ ലിറ്റിൽ പാരറ്റ്സ്. ഈ തത്ത കുഞ്ഞുങ്ങളൊക്കെ നേരത്തെ കണ്ടതുപോലെയാണോ? ആണോ? അല്ല അല്ലേ? വാട്ട് ചേഞ്ച് ഡു യു സീ? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ഇതിൽ കണ്ടെത്തിയത്? എന്താ മനസ്സിലായേ? ആ, കുഞ്ഞു പാരറ്റ് കുഞ്ഞ് ഇത്തിരി വളർന്നിട്ടുണ്ടല്ലേ? അവ എങ്ങനെയാവും വളർന്നിട്ടുണ്ടാവുക? ഈ ചിക്സൊക്കെ വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിച്ചാലാണ് അവർ വളരുക? ഭക്ഷണം കഴിക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ പോളി അമ്മ പാരറ്റ് അതിന് കഴിക്കാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നാലല്ലേ അവ വളരുള്ളൂ. എന്തൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ടാവും അറിയോ? ലുക്ക് അറ്റ് ദ പ്ലേറ്റ്. നോക്കൂ, അവരുടെ മുന്നിലൊരു പ്ലേറ്റ് ഉണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദ പ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. വാട്ട് ഈസ് ഇറ്റ് ഫോർ? അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റാണല്ലേ? പോളി എന്തായിരിക്കും അവർക്ക് തിന്നാൻ നൽകിയിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? അല്ലേ? ഒന്ന് നിങ്ങൾ പാരറ്റിന് എന്തൊക്കെയാണ് തിന്നാൻ കൊടുക്കുന്നത്, കഴിക്കാൻ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്? ഫ്രൂട്ട്സ് കൊടുക്കൂലേ?
ഓക്കെ. അപ്പം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഈ പ്ലേറ്റിൽ എന്താണ് പാരറ്റ് കഴിക്കുന്നത് വെച്ചാൽ അതിനെ വരച്ചു കൊടുക്കാൻ. പോളി എന്തായിരിക്കും അവർക്ക് തിന്നാൻ നൽകിയിട്ടുണ്ടാവുക? അതിനെ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അതിൽ വരച്ചേ. ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്. അപ്പോൾ എന്താണ് പാരറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ടിനെ ആ പ്ലേറ്റിൽ വരയ്ക്കുക. എന്നിട്ട് അതിന് നല്ല അനുയോജ്യമായ ഒരു നിറം നൽകുക കേട്ടോ. അങ്ങനെ എല്ലാവരും പോളി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഭക്ഷണം വരച്ചില്ലേ? എന്താ വരച്ചത്? അത് താഴെ എഴുതുമോ എന്നാണ് ചോദിച്ചത്. ഇനി താഴെ നമുക്കത് എഴുതാമല്ലേ? എന്താ വരച്ചത് വെച്ചാൽ അത് എഴുതുക. നിങ്ങൾ വരച്ച പിക്ചർ നോക്കൂ. പോളി ഹാസ് കുത്തിട്ടിട്ട് ഒരുപാട് ലിറ്റിൽ പാരറ്റ്സ്. പോളിക്ക് ഹാസ് ലിറ്റിൽ പാരറ്റ്സ്. കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണെന്നാണ് അവിടെ എഴുതേണ്ടത്. എത്ര കുഞ്ഞുങ്ങളുണ്ട്? നമുക്കറിയാം അല്ലേ? ഹൗ മെനി കിഡ്? 3. പോളി ഹാസ് 3 ലിറ്റിൽ പാരറ്റ്സ്. പോളിക്ക് 3 കുഞ്ഞു പാരറ്റ്സ് ഉണ്ട്. ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ്. ആ കുഞ്ഞു പാരറ്റ് എന്താ കഴിക്കുന്നത്? ഇനി അവിടെ എന്താ എഴുതേണ്ടതെന്നറിയോ? നിങ്ങൾ ഏത് പിക്ചറാണോ വരച്ചത് അതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. പോളി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് ബനാനയാണെങ്കിൽ നിങ്ങൾ എന്ത് ഫില്ല് ചെയ്യണം? ബനാന. ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് ബനാന. അതല്ല നിങ്ങൾ മാംഗോ ആണ് കൊടുത്ത വെച്ചാൽ എന്ത് ചെയ്യണം? ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് മാംഗോ. അതുപോലെ ആപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് ആപ്പിൾ. അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ എഴുതിയിട്ടുള്ളത്? ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് ബനാന. കുഞ്ഞു പാരറ്റ്സ് എന്താ കഴിച്ചത്? ബനാന. പോളി ഹാസ് 3 ലിറ്റിൽ പാരറ്റ്സ്. ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് ബനാന. കുഞ്ഞു പാരറ്റ്സ് ബനാനയാണ് കഴിച്ചത്. ഓക്കെ. ഇനി നിങ്ങൾ വേറെ ഫ്രൂട്ടാണ് അവിടെ വരച്ചതെന്നെത്തിയാൽ അതിൻ്റെ പേര് എഴുതണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എഴുതിയിട്ട് ആ ഫ്രൂട്ടിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ എന്താണ്? പോളി ഈ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ കുഞ്ഞു ലിറ്റിൽ പാരറ്റ്സ് കുറേ വലുതായി അല്ലേ? ലുക്ക് അറ്റ് ദ ലിറ്റിൽ പാരറ്റ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയാണ് അവരുള്ളത്. ആണോ? വാട്ട് ചേഞ്ച് ഡു യു സീ? എന്തൊക്കെ മാറ്റമാണ് നിങ്ങൾ കണ്ടത്? അവർ കുറേ വളർന്നു അല്ലേ? ആർ ദേ ലൈക്ക്? അവർ 3 ഒരുപോലെയാണോ? ആർ ദേ എനി ചേഞ്ച്? 3 എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്ക്. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുക? ഈ 3 പാരറ്റ്സും തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ആദ്യത്തെ പാരറ്റിൻ്റെ ബീക്കിൻ്റെ നോക്കൂ. അവ തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലേ? നമുക്ക് 3 പാരറ്റും ഒപ്പം ഉണ്ടായ കുട്ടികളാലേ അവരെ മാറ്റങ്ങൾ എന്താണ്, അവരുടെ പേരുകൾ എന്താണ്, പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തുടർന്ന് വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ. ഇനി ബാക്കിയായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ.